നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈസ്റ്റേൺ രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് അജിത ഇവിടെ ഒരു സ്പെഷ്യൽ പായസമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മറ്റൊന്നല്ല, നമുക്കൊന്നും സങ്കല്പിക്കാനോ ചിന്തിക്കാത്ത ഒരു സാധനമാണ് കൂമ്പ് കൊണ്ട്, വാഴക്കൂമ്പ് കൊണ്ടുള്ളൊരു പായസം. എന്തായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി തോന്നേ. ഈ വെറൈറ്റി പായസത്തിന് എന്തൊക്കെയാണ് ചേരുവകൾ, ഇതൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഇത് അജിത ഉണ്ടാക്കാൻ പോണേ നമുക്ക് നോക്കാം. കൂമ്പ് പായസത്തിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാപ്പാലാണ് ഒന്നാം പാലും. കൂമ്പ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കൊത്തിയരിഞ്ഞ്, ശർക്കര നന്നായിട്ട് ഉരുക്കി വെച്ചിരിക്കുക, റാഗി പൗഡർ, തേങ്ങാക്കൊത്ത്, നെയ്യ്, ചുക്കുപൊടി, ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഈന്തപ്പഴം കുരുവൊക്കെ മാറ്റി കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇത്രയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് ചേർത്ത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. കൂമ്പ് കൊത്തിയരിഞ്ഞ് വെച്ചു. കൂമ്പ് നന്നായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ട് അതിനെ കഴുകിയിട്ട് അതിൻ്റെ ഈറിനൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് വെള്ളം ഒട്ടും ഇല്ലാണ്ട് അതിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കാം. അങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ കമർപ്പ് മാറി കിട്ടും. അത് ഒന്ന് നന്നായിട്ട് വിട്ട് നിൽക്കുകയും ചെയ്യും, പിന്നെ വാടി പോകത്തുമില്ല. അപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ഇനി അതേ നെയ്യ് തന്നെ, അപ്പോൾ 3 സ്പൂൺ നെയ്യേ നമ്മൾ ടോട്ടലി എടുത്തുള്ളൂ. അത് നെയ്യ് തന്നെ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും നമ്മുടെ ഈന്തപ്പഴവും വറുത്തെടുത്തു, പിന്നെ തേങ്ങാക്കൊത്തും വറുത്തെടുത്തു. ഇനി അതേ ബാക്കി നെയ്യ് തന്നെയാണ് കൂമ്പിന്. ഇനി അത് എക്സ്ട്രാ നെയ്യ് വേണ്ട, ഇനി ലാസ്റ്റ് വേണം. ഇപ്പം വേണ്ടല്ലോ. ഈ നെയ്യിൽ ഇതൊന്ന് ഇതിന്റെ 3 സ്പൂൺ നെയ്യ് എടുത്തതിന് പ്രശ്നമൊന്നുമില്ലല്ലേ. എല്ലാം കൂടെ നമ്മൾ അതിലല്ലേ വഴറ്റിയെടുക്കണം. ഇത് എത്ര മിനിറ്റ് ഇങ്ങനെ വറുക്കണ്ടേ? ഇതിന്റെ ആ പച്ചമണം മാറുന്നത് ഒരു 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ്. 5 മിനിറ്റ് ഒന്ന് കൂമ്പ് തോരനേ വരുന്നുള്ളൂ. കൂമ്പ് മുറിച്ചത് ഒന്ന് നെയ്യിൽ വറുത്തിയെടുക്കാം.
കഴുകിയില്ലേലും കുഴപ്പമില്ല, നന്നായിട്ട് വെളിച്ചെണ്ണയിൽ പുരട്ടി വെച്ചാൽ മതി. അപ്പം പുരട്ടി അതിൻ്റെ വെച്ചാൽ മതി, കറയെല്ലാം അങ്ങ് മാറും. വയ്ക്കുള്ളൂ. കുറച്ചുകൂടെ എളുപ്പമല്ലേ, കഴുകി ഇനി ഓർത്തൊന്നും എടുക്കണ്ട. ഇനി അപ്പുറത്തെ റാഗിയും കൂടെ ഇളക്കുക. എനിക്കത് തുടങ്ങുന്നതിന് മുമ്പേക്ക് ഒന്ന് കലക്കി വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലേ എല്ലാവർക്കും. പിന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആളാണ്, എല്ലാം പടപടാന്ന് ചെയ്തു. ശർക്കര ഒഴിച്ച് അതൊന്ന് കുറുകി തുടങ്ങിയപ്പോഴത്തേക്ക് അതിലേക്ക് റാഗിയും കൂടെ കലക്കി വെച്ചു. അത് തേങ്ങാപ്പാലിൽ കലക്കിയ റാഗിയാണ്, അതും കൂടെ ചേർത്തു. റാഗി 2 സ്പൂൺ അല്ലേ, 2 തവി എടുത്ത്, വലിയ സ്പൂൺ, ടേബിൾ സ്പൂണിൽ വലിയ സ്പൂണിലാണ് 2 സ്പൂൺ റാഗി എടുത്തേക്ക്. അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി തരിയില്ലാതെ അതും കൂടെ അതിലേക്ക് ചേർത്തു. തിളച്ചു തുടങ്ങി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കാം. ഇത്തിരി കുറുകിയാൽ മതിയല്ലോ അല്ലേ? അതെല്ലാം നന്നായിട്ട് തിളച്ചു തുടങ്ങി. പിടിക്കട്ടെ അപ്പോൾ.
രസമായിട്ട് പ്രസൻറ്റ് ചെയ്യുക.